ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തി കണ്ണൂർ ജില്ല. ആതിഥേയരായ തൃശൂർ രണ്ടാമത്. കലോത്സവ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ച നടൻ മോഹൻലാൽ. പ്രതിഭകളായ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാതെ കേരളത്തിൽ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരമല്ല, ഉത്സവമാണ് കലോത്സവമെന്ന് നടൻ മോഹൻലാൽ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്തു മാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം കണ്ണൂരിന്. ആതിഥേയരായ തൃശൂരിന് രണ്ടാം സ്ഥാനം. 5 നാൾ നീണ്ടുനിന്ന 64ാമത് സംസ്ഥാന കലോത്സവ പൂരത്തിന് കൊടിയിറങ്ങി. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ആവേശോജ്വലമായ പോരാട്ടത്തിനൊടുവിൽ കണ്ണൂർ കലാകിരീടം കരസ്ഥമാക്കി. 1028 പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ജില്ല 117.5 പവന്റെ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. 1023 പോയിന്റ് നേടിയ തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും 1017 പോയിന്റുള്ള കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ മുന്നിട്ട് നിന്ന കണ്ണൂർ ഒരു തവണ പോലും പിന്നോട്ടു പോയില്ല. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് സമ്മാനിച്ചു. TCV തൃശൂർ. നിലവിലെ ജേതാക്കൾ കൂടിയായ തൃശൂരിനെ തട്ടകത്തിലെത്തി മലർത്തിയടിച്ചാണ് കലാകിരീടം കണ്ണൂർ റാഞ്ചിയത്. ജേതാക്കൾ കപ്പുമായി TCV സ്റ്റുഡിയോയിലുമെത്തി. തൃശൂർ സ്റ്റുഡിയോയിൽ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുകയാണ്. സാംസ്കാരിക നഗരിയിൽ നിന്നും സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കണ്ണൂരിന്റെ മണ്ണിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ തട്ടകത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. കണ്ണൂർ കഴിഞ്ഞ വർഷം 1 പോയിന്റിന് കൈവിട്ട കപ്പാണിത്. ആ കപ്പ് 5 പോയിന്റ് വ്യത്യാസത്തിൽ കൊണ്ടുപോവുകയാണ്. എങ്ങനെ തോന്നുന്നു? ഞങ്ങള് കൊണ്ടുപോകുന്നു പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോയി. കഴിഞ്ഞ തവണത്തെ പ്രതികാരമാണോ? പ്രതികാരമൊന്നുമല്ല. അതായത് കഴിഞ്ഞ തവണ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നത്. 1 പോയിന്റിന് നമുക്ക് കിട്ടിയില്ല. ഇത്തവണ അത് മധുരമായി പകരം വീട്ടി 5 പോയിന്റിന്റെ നേട്ടത്തിലാണ് നമ്മൾ തിരിച്ചു പിടിച്ചത്. ഇപ്പം ഈ സാംസ്കാരിക നഗരിയിൽ തോന്നുമ്പോ ഒരു സംഘാടനത്തിൽ എത്രത്തോളം മികവുണ്ട്? മികച്ച നല്ല രീതിയിലായിരുന്നു. എനിക്ക് 8ാം വേദിയിലായിരുന്നു എന്റെ ചുമതല. ഈ 5 ദിവസവും നല്ല മികച്ച രീതിയിൽ അത് എടുത്തു പറയേണ്ടതാണ്. അത് കണ്ണൂർ DDക്ക് പ്രത്യേക അഭിനന്ദനം കൂടെ കൊടുക്കാണ്. ലാലേട്ടന്റെ കയ്യിൽ നിന്നാണ് കപ്പ് മേടിച്ചത്. ഒരു പാട്ടായാലോ? ഒരു ആവേശമായാലോ? തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് സ്വർണ്ണക്കപ്പ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുന്നത്. ഇപ്പോൾ TCV സ്റ്റുഡിയോയിലും സ്വർണ്ണക്കപ്പ് എത്തിച്ചിരിക്കുന്നു. ഇനി കണ്ണൂരിലെ സ്വന്തം സ്വർണ്ണക്കപ്പ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തളച്ചിറ, TCV. ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് യുവജനോത്സവമെന്നും കേരളത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണ് ഈ കുട്ടികളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മുടെ കുട്ടികളെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറിയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുമോ എന്ന് ഭയമുണ്ടെന്നും സിയ ഫാത്തിമയ്ക്ക് വേണ്ടി കലോത്സവ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദനമർഹിക്കുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമയ്ക്ക് വീട്ടിലിരുന്ന് കലോത്സവ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കാനായത് കേരളത്തിന്റെ കലോത്സവ ചരിത്രത്തിലെ പുതിയ ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. സ്പീക്കർ എ.എൻ. ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, എ.കെ. ശശീന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ.എസ്.കെ. ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേയർ നിജി ജസ്റ്റിൻ, എം.എൽ.എമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ കലോത്സവം കാസർഗോഡുള്ള സിയ ഫാത്തിമയുടെ വീട്ടുമുറ്റത്തേക്ക് ഓൺലൈനായി എത്തിച്ചേർന്നതും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4ാം തവണയും എ ഗ്രേഡ് നേടിയ സച്ചുവിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവും 64ാമത് സ്കൂൾ കലാമാമാങ്കത്തിന്റെ മാറ്റുകൂട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം പോലീസ്, ആരോഗ്യ, അഗ്നിരക്ഷ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ കൃത്യതയാർന്നതും ആസൂത്രണ മികവോടെയുമുള്ള ഏകോപനവുമാണ് പൂക്കളുടെ പേര് നൽകിയ 25 വേദികളിലായി നടന്ന കലാമേളയെ കുറ്റമറ്റതാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. കുട്ടികൾ കലയെ യുവജനോത്സവ വേദികളിൽ മാത്രമാക്കി ചുരുക്കരുതെന്ന് ചലച്ചിത്ര നടൻ മോഹൻലാൽ പറഞ്ഞു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. ഇന്ന് ഇത്രയും വലിയ ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയതിനെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയും ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. ആഗ്രഹവും പ്രയത്നവും ആത്മാർത്ഥമാണെങ്കിൽ സാധ്യതകൾ അനന്തമാണെന്നും അവസരങ്ങൾ തേടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയധികം ജീവിതങ്ങളെ കരുപ്പിടിപ്പിച്ചത് യുവജനോത്സവങ്ങളാണ്. ഇന്നും പല സംവിധായകരും സ്കൂൾ യുവജനോത്സവ വേദികളിൽ കലാകാരന്മാരെ തേടി വരാറുണ്ട്. മത്സരവേദികളിലെ ജയപരാജയങ്ങൾ അപ്രസക്തമാണ്. അത് നൽകുന്ന പരിചയമാണ് അമൂല്യം. പങ്കെടുക്കലാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കൗമാര കലാകാരന്മാർക്ക് തങ്ങളിലെ കഴിവുകളുടെ മാറ്റുരയ്ക്കാൻ ലഭിച്ചിരുന്ന ഒരേയൊരു വേദിയായിരുന്നു കലോത്സവം. മഞ്ജു വാര്യർ, നവ്യ നായർ, ചിത്ര, ജി വേണുഗോപാൽ തുടങ്ങിയ അതുല്യ കലാകാരന്മാരെ നാടിന് സമ്മാനിച്ച വേദിയാണിത്. ഇതിന്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. കലയിൽ താൽപര്യമുള്ള കുട്ടികൾക്കു വേണ്ടി ആർട്സ് പരിശീലന കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ പരാതികൾ പോലുമില്ലാതെ കലോത്സവം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അഭിമാനകരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലോത്സവം വിജയകരമായി സംഘടിപ്പിക്കാൻ മാധ്യമങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി അറിയിച്ച് മന്ത്രിമാർ. യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും റവന്യൂ മന്ത്രി കെ. രാജനും സംസാരിച്ചു. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ മുതൽ നടത്തിപ്പ് വരെയുള്ള ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ നിർവഹിച്ച പങ്ക് അഭിനന്ദനാർഹമാണെന്ന് മന്ത്രിമാർ പറഞ്ഞു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ്
അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. അടച്ചിട്ടിരുന്ന ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്തു മാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനിലിന്റെ ഭാര്യ ഡോക്ടർ ശ്രേയ പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ശ്രേയ പോൾ ശനിയാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സ് പൂട്ടി പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിലെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ ശ്രേയ പോളിന്റെ മാതാവ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്വാർട്ടേഴ്സിനകത്തെ അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന പേഴ്സും തുറന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3:30 2 മോഷ്ടാക്കൾ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. PG ക്വാർട്ടേഴ്സ് A ബ്ലോക്കിന്റെ 3ാം നിലയിലെ 4 ക്വാർട്ടേഴ്സുകളിൽ ഒന്നാണ് ഡോക്ടർ ശ്രേയ പോളിന്റേത്. 2 എണ്ണത്തിൽ താമസക്കാരില്ല. ഒരു ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന താമസക്കാർ മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല. ഡോക്ടർ ധനിൽ കോൺഫറൻസ് സംബന്ധമായി യാത്രയിലായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV തൃശൂർ. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. സരസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ ഉൾഭാഗത്തുനിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സഹായിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് സംശയിക്കുന്നു. വടക്കാഞ്ചേരി വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന് പ്രാഥമിക നിഗമനം. കാട്ടാനയുടെ മുൻകാലിൽ നിന്ന് വലിയ തോതിൽ പഴുപ്പ് ഒഴുകുന്ന നിലയിലാണ്. ശരീരമാസകലം പരിക്കുള്ളതായും സംശയിക്കുന്നു. ശസ്ത്രക്രിയയെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി പരാതി. എങ്കക്കാട് പള്ളത്ത് വീട്ടിൽ മുരളീധരന്റെ ഭാര്യ 52 വയസ്സുള്ള നിർമ്മലയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കലാകാരന്മാർക്ക് താമസ സൌകര്യം ഒരുക്കുന്നതിനായി പ്രവർത്തിച്ച വിദ്യാലയങ്ങളെ ആദരിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും ചേർന്നാണ് ആദരിക്കൽ നിർവഹിച്ചത്. താമസ കേന്ദ്രങ്ങളായിരുന്ന വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പാൾമാർ, PTA പ്രസിഡന്റുമാർ, അധ്യാപക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിൽ താമസ സൌകര്യങ്ങൾ ഒരുക്കിയ വിദ്യാലയങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 7-8 വാർഡുകളിൽ നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ വീടുകളുടെ പുനരുദ്ധാരണം, റോഡ് നിർമ്മാണം, മിനി ഹൈമാസ്റ്റ് ലൈറ്റ്, സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിങ്ങനെ 1 കോടി രൂപയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ KP സന്ദീപ്, പട്ടികജാതി വികസന ഓഫീസർ MT ദിജി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെൽജോ മാളിയക്കൽ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ലിൻസൺ വടക്കേ പീടിക, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, വിജയ് കുറ്റിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂർ മഹാദേവ ക്ഷേത്ര പരിസരം, ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. KK രാമചന്ദ്രൻ MLA ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് അരങ്ങത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന സലീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
പാലപ്പിള്ളി കുണ്ടായിയിൽ മാനിനെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കുണ്ടായി ഹാരിസൺ റബ്ബർ തോട്ടത്തിലാണ് മലമ്പാമ്പിനെ കണ്ടത്. രാവിലെ ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു. പിന്നീട് പാമ്പിനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. 12 അടിയിലേറെ നീളമുള്ളതാണ് മലമ്പാമ്പ്. കഴിഞ്ഞ ദിവസമാണ് പാമ്പ് മാനിനെ പിടികൂടി വിഴുങ്ങിയതെന്ന് കരുതുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും കോഴിക്കോട് ഭദ്രാസന മെത്രാപ്പോലീത്ത പൌലോസ് മോർ ഐറേനിയോസ് നിർവഹിച്ചു. വികാരി ഫാദർ പൌലോസ് അറയ്ക്കപ്പറമ്പിൽ, ഫാദർ KT യാക്കോബ് കൂരൻ, ഫാദർ മനു പൌലോസ് നാരേക്കാട്ട്, ട്രസ്റ്റി ജോർജ് വർക്കി മലയക്കുടിയിൽ, സെക്രട്ടറി ജെയിൻ ബേബി കാട്ടായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസ് സഹതയുടെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് വെളക്കനാടൻ സഹകാർമ്മികനായിരുന്നു. ഈ മാസം 26, 27 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. കുന്നംകുളം മണ്ഡലത്തിലെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്ന കലശമല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ടൂറിസം പാർക്കിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. അഗതിയൂർ വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 12 ഏക്കർ സ്വകാര്യ ഭൂമിയാണ് ടൂറിസം വകുപ്പിന് വേണ്ടി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. വിവിധ സർവേ നമ്പറുകളിലായി 5ഓളം സ്വകാര്യ വ്യക്തികളുടെ കൈവശങ്ങളിലായിരുന്ന ഭൂമിയുടെ മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറി 13 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ഇതോടെ നിലവിലെ 2 ഏക്കർ ഭൂമി ഉൾപ്പെടെ കലശമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് 14 ഏക്കർ വിസ്തൃതിയായി. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം മുൻ പ്രസിഡന്റ് TP ഗിരീശൻ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് C വിദ്യാസാഗർ, മാതൃസമിതി പ്രസിഡന്റ് R സൌമ്യ മായാദാസ്, ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശികളായ ഇരട്ട സഹോദരിമാരുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു. കൊച്ചി ബിനാലിയിൽ അസ്നയുടെയും തസ്നയുടെയും 8 ചിത്രങ്ങൾ ഇടം നേടിയത് മികവിന്റെ തെളിവായി. മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികൾക്കുള്ള പ്രത്യേക പ്രദർശനത്തിലാണ് ഇരുവരുടെയും ചിത്രങ്ങളുള്ളത്. ഒരു ഗ്രാമത്തിൽ നിന്നുയർന്ന് രാജ്യത്തെ പ്രധാന കലാവേദിയായ കൊച്ചി ബിനാലിയിലെത്തിയ നേട്ടം ഇവരുടെ കലാസാധ്യതകൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. വടക്കാഞ്ചേരി പാർലിക്കാട് മുളയ്ക്കപ്പറമ്പിൽ അലിയുടെയും ഷെമീജിയുടെയും മക്കളാണ് ഇരുവരും. പിതാവ് കലാകാരനായതിനാൽ നിറങ്ങളും ക്യാൻവാസും വീട്ടിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇരുവർക്കും കുട്ടിക്കാലം മുതൽ തന്നെ കലാപരമായ പരിശീലനം ലഭിച്ചിരുന്നു. നിറങ്ങളുടെ ആഴത്തിലുള്ള അറിവുകൾക്കായി ഇരുവരും ഫൈൻ ആർട്സ് പഠനത്തിലാണ്. അസ്ന ഹൈദരാബാദിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പഠനം തുടരുന്നു. തസ്ന ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠനത്തിലാണ്. സ്വന്തം കലാഭാഷ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇരുവരും. TCV ന്യൂസ്, കുന്നംകുളം. തളിക്കുളം എരണേഴത്ത് ഭഗവതി ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗ്രാമപ്രദക്ഷിണം നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ, മേൽശാന്തി ധനേഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രിൻസ് മദനൻ, വൈസ് പ്രസിഡന്റ് പ്രേംദാസ്, സെക്രട്ടറി EB ഗുണശീലൻ എന്നിവർ നേതൃത്വം നൽകി. പുറനാട്ടുകര ബ്രദേഴ്സ് ശാസ്താംപാട്ട് സംഘം ഗുരുസ്മരണ, ആദരണീയം, കുടുംബസംഗമം എന്നിവ സംഘടിപ്പിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അഖര മുഖ്യാതിഥിയായിരുന്നു. ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. അശോക് കുമാർ പുറനാട്ടുകര അധ്യക്ഷത വഹിച്ചു. മധു കാര്യാട്ട്, മുരളി പുറനാട്ടുകര എന്നിവർ സംസാരിച്ചു.
പൂനെ മെഡിക്കൽ കോളേജിൽ നിന്നും പത്തോളജിയിൽ ഗോൾഡ് മെഡലോടെ MD ബിരുദം നേടിയ മണലൂർ സ്വദേശിനി ഡോക്ടർ ഉത്തര സദാനന്ദനെ CPM മണലൂർ വടക്കു ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു. മുരളി പെരുന്നലി MLA ആദരവ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുധർമ്മൻ ചിരുകണ്ടത്ത്, VN സുർജിത്ത്, KV ഡേവിസ്, MK സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 14ാം വാർഷികവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കേരള കലാമണ്ഡലത്തിൽ നടന്നു. മദ്ദള കലാകാരൻ ചെറുപ്പുളശ്ശേരി ശിവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപി N പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. B കലാധരൻ അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണം നടത്തി. പ്രസിദ്ധ പഞ്ചവാദ്യ മദ്ദള കലാകാരൻ കൂനിശ്ശേരി ചന്ദ്രന് കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക പുരസ്കാരവും കലാമണ്ഡലം പ്രവീണിന് തിരുവില്ലാമല മാധവ വാര്യർ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരവും നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തി കണ്ണൂർ ജില്ല. ആതിഥേയരായ തൃശൂർ 2ാമത് കലോത്സവ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ച നടൻ മോഹൻലാൽ. പ്രതിഭകളായ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാതെ കേരളത്തിൽ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മത്സരമല്ല, ഉത്സവമാണ് കലോത്സവമെന്ന് നടൻ മോഹൻലാൽ. അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവത്തിൽ കാതലായ മാറ്റങ്ങളുണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. മുളമന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്തു മാറ്റി 20 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. വാഴാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ അവശ്യ നിലയിൽ കണ്ടെത്തി. കടുവ ആക്രമിച്ചതെന്ന പ്രാഥമിക നിഗമനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം.